ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും നമുക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കും എതിർപ്പുകൾക്കും അവഹേളനങ്ങൾക്കും നമുക്ക് നേരെ വരുന്ന ആയുധങ്ങൾക്കും നമുക്ക് നേരെ വരുന്ന രോഗങ്ങൾക്കും എല്ലാം പ്രതിരോധിക്കാനുള്ള, എതിർക്കാനുള്ള, തടയാനുള്ള ശക്തി നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ വളരുന്നത്. ബാലാരിഷ്ടകൾ എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ധാരാളം തരത്തിലുള്ള രോഗങ്ങൾ വരും. ഇത് ആ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനാണ്. നമുക്ക് നേരെ ധാരാളം വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കാനാണ് നമ്മൾ പലപ്പോഴും സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കുട്ടികളെ കളിക്കാനായിട്ട് വിടുന്നത്. തോൽവിയും ജയവും വിമർശനങ്ങളും എതിർപ്പുകളും വെല്ലുവിളികളും കമന്റുകളുമെല്ലാം കളിയിലൂടെ കുട്ടികൾ മനസ്സിനെ ശക്തമാക്കാനായിട്ട് ഉപയോഗിക്കണം. മനസ്സിന് ശക്തി ഉണ്ടാവണം, നമ്മുടെ ശരീരത്തിന് ശക്തി ഉണ്ടാവണം. അതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം തന്നെ. അതുപോലെ നമുക്ക് നേരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ജീവിതത്തിൽ ഏറ്റവും അധികം ഈ വിമർശനങ്ങളും എതിർപ്പുകളും സർവതന്ത്ര സ്വതന്ത്രമായി വളർന്ന ഹൈന്ദവ ജനതയ്ക്ക് നേരെയാണ് ഇപ്പോൾ വരുന്നത്. വോട്ട് ബാങ്കിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ആരെയൊക്കെയോ വശത്താക്കാനുള്ളതിൻ്റെ ലക്ഷ്യത്തിലായാലും സത്യം, ധർമ്മം, നീതി, ന്യായത്തിന് വേണ്ടി നിലനിന്നിരുന്ന ഹിന്ദു ധർമ്മത്തിനെതിരെ വരുന്ന മാധ്യമ പ്രവർത്തകരുടെ ആക്രോശങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രോശങ്ങൾ, ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ ആക്രോശങ്ങൾ, പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ, നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ, കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം വിരളമായി കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു പ്രത്യേകതരം വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം എതിർപ്പുകളും വിമർശനങ്ങളും, അതുപോലെ തന്നെ ഏതൊക്കെ വാക്കുപയോഗിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ഹിന്ദു സമൂഹം ശക്തരാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേയധികം ആഴ്ചകൾ, മാസങ്ങളായിട്ട് ഹിന്ദുക്കൾ അതിശക്തമായിട്ട് പ്രതികരിക്കുന്നു എല്ലാവിധത്തിലും. അത് ഇന്നത്തെ പോസ്റ്റിൽ ഒന്നാമതായിട്ട് ഇടാൻ കാരണം, നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുക, ഏത് ടെലിവിഷൻ ചാനലിലെ യൂട്യൂബിലൂടെ വരുന്ന ഇന്റർനെറ്റ് എഡിഷൻ നോക്കുക, നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെതിരെ ആരെന്തൊക്കെ പറയുന്നു അതിന് അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ ഹിന്ദു അക്ഷരാർത്ഥത്തിൽ പഠിച്ചു എന്നുള്ള അഭിമാനാർഹമായിട്ടുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ ഒരു മന്ത്രി പറഞ്ഞ മാതിരി 2 ദിവസം ഉണ്ടാവും പ്രകടനം, അത് കഴിഞ്ഞ ഒരു പട്ടിയും കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പട്ടിയെയും കൊണ്ടുപോയി പ്രതിഷേധം നടത്താൻ കപ്പാസിറ്റി കാണിച്ചതുപോലെ, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ ഞാൻ നാടുവിടുന്നു പറഞ്ഞ വ്യക്തിക്ക് ടിക്കറ്റ് ഉൾപ്പെടെ കൊണ്ടുപോയി കൊടുത്തതുപോലെ കുറെ അധികം കാര്യങ്ങൾ സാവധാനത്തിൽ ചെയ്ത് ഇന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ പ്രത്യേകിച്ചും അതിശക്തമായ രീതിയിൽ ഹിന്ദുവിനെതിരെ ഉണ്ടാകുന്നതിനെയൊക്കെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ആ ഹിന്ദു ഐക്യത്തിന്റെ പ്രതീകമാണ് ഒരു പക്ഷേ ആ മതിലിന്റെ നേതൃത്വം ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവന്റെ കയ്യിലാണോ കൊടുത്തത്, അദ്ദേഹത്തിന് തന്നെ അകത്ത് നിന്ന് അതിഗംഭീരമായിട്ടുള്ള പടയൊരുക്കം നടക്കുകയും അദ്ദേഹത്തിന് ഒരു വിലയില്ലാതെയാവുകയും അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അദ്ദേഹത്തിനെ എതിർത്ത് പറയുകയും മകൻ പോലും അട്ടഹസിച്ച് മതിലിനെ ഇടിച്ച് താഴ്ത്തുന്ന വിധത്തിലേക്ക് എത്തിക്കുകയും അത് പിന്നീട് ആ മതില് തന്നെ ഒരു ചർച്ചയല്ലാതെയാവുകയും അതിന്റെ നെഗറ്റീവുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയും ഒരു പോസിറ്റീവും ഇല്ലെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പുറകില് ആൾക്കാരെ കൂട്ടാൻ ചെയ്തു കൂട്ടിയ
ക്രൂരമായ, നീചമായ, നിന്ദ്യമായ കാര്യങ്ങളെല്ലാം ഹൈന്ദവ ജനതയെ തകർക്കാനാണ് എന്ന് ഹിന്ദുക്കൾക്ക് മനസ്സിലായി. നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. വേറെ ചിലർക്ക് പിന്നീട് മനസ്സിലായി. അന്ത്യത്തില് ഹിന്ദു ഉണർന്നു അതിശക്തമായിട്ട്. ആ ജർമ്മൻ പാർട്ടീഷൻ മതില് പൊളിക്കാൻ മാത്രമല്ല, ആരുടെയൊക്കെ മനസ്സിനുള്ളിൽ സവർണ അവർണ ജാതി ചിന്ത നിറഞ്ഞ പുഴുത്ത ദുർഗന്ധം വമിക്കുന്നുവോ അവരെ പോലും അകറ്റി നിർത്താൻ അതിശക്തമായിട്ട് ഹിന്ദു പ്രതികരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ ഏത് TV ചാനലിലോ ഓൺലൈൻ ചാനലിലോ യൂട്യൂബ് ചാനലിലോ പോയി നോക്കുക. ഹിന്ദു ഉറങ്ങിക്കിടന്നിരുന്ന ഹിന്ദു ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടും എഴുത്തിന്റെ രീതിയിലും വീക്ഷണത്തിന്റെ രീതിയിലും വാച്യാലുള്ള പ്രതിഷേധത്തിന്റെ രീതിയിലുമെല്ലാം കട്ടയ്ക്കുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രതിഷേധിച്ച് ഹിന്ദു ആത്മാഭിമാനത്തോടുകൂടി ഉയരുന്നു. അതിന് ഏറെ ഹൈക്കോടതിയും കോടതിയും ലീഗൽ സിസ്റ്റങ്ങളും സഹായിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ വിഭാഗം പോലീസും കൂടെ ഉണ്ട് എന്ന ലെവലിലേക്കും കുറേയധികം ബുദ്ധിജീവികളും കൂടെ ഉണ്ട് എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് വിജയത്തിന്റെ ലക്ഷണവും ലക്ഷ്യവും മാർഗവും.